വളാഞ്ചേരി ബസ് ഇറങ്ങി ഞാൻ നേരെ പോകുന്നത് ഒരു കഞ്ഞി കുടിക്കാനാണ് കേട്ടോ. ഇത് സ്റ്റാൻഡിൻ്റെ നേരെ ബാക്കിൽ പെരിന്തൽമണ്ണ റൂട്ടിലാണ് കേട്ടോ. മേലേക്ക് നോക്കുമ്പോൾ കാണാം ഒരു കഞ്ഞി സ്റ്റാൾ എന്ന് പറഞ്ഞൊരു ബോർഡ്. എന്നാൽ സ്റ്റെപ്പ് കയറി മേലെത്തിട്ടോ. ഹലോ, വളാഞ്ചേരിയിലുണ്ടോ? വളാഞ്ചേരിയിൽ കഞ്ഞിക്കടയിലാണോ? കഞ്ഞിക്കടയുടെ കിച്ചണിലാണ് ഞാനത്. വളാഞ്ചേരി കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്ന സമയത്ത് കാണുമെങ്കിൽ കണ്ടമാനം മീൻ്റെ പരിപാടിയാണ് ഇവിടെ. മീനത ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നു, ഒരു ഭാഗത്ത് മസാല വെക്കുന്നു, മറ്റു ഭാഗത്ത് തട്ടി തിളച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ കണ്ടമാൻ പല വലുപ്പത്തിൽ, പല വണ്ണത്തിൽ, പല നീളത്തിലുള്ള മീനുകൾ. പള്ളർച്ച് കഞ്ഞി കുടിച്ചാൽ അതേപോലെ പള്ളർച്ച് മീൻ തിന്നാം. ഒരു ഭാഗത്ത് ഇങ്ങനെ മീൻ കട്ട് ചെയ്ത് കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കഞ്ഞിയും അതേപോലെ തന്നെ മീനും. മീനെന്നൊക്കെ പറയുകയാണെങ്കിൽ എമ്മാതിരി മീനാറ്, വണ്ണമുള്ള മീൻ, വലിയ മീനുകൾ. ആ മീൻ 2 മീൻ 3 മീനൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ മീൻ പൊരിച്ചതും കഞ്ഞിയും. അതിൻ്റെ കൂടെ മെയിൻ എടുത്തു പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ കുറേ കൂട്ടാനൊക്കെ ഉണ്ട്, അച്ചാർ, ചമ്മന്തി, അതൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നമ്മൾ നാടൻ കൂട്ടാനുണ്ടല്ലോ. എന്നും വ്യത്യസ്തമായ കൂട്ടാനുകൾ ഉണ്ടാവും ഇവിടെ. ഈ പടുകൂട്ടാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഈ ചേന, ചേമ്പ്, കപ്പ അതൊക്കെ ഇട്ടിട്ടുള്ള സംഭവം ഉണ്ടല്ലോ. ആ കൂട്ടാനും പള്ളർച്ച് കഞ്ഞിയും കുടിക്കാം, പള്ളർച്ച് ആ കൂട്ടാനും തിന്നാം. 70 ഉറുപ്പ്യാണ് മീൻ പൊരിച്ചതും കഞ്ഞിയും.